ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനായിട്ട്, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ ഇടവേളയിൽ സംഭവിക്കുന്നത് അനുസരണത്തോടുള്ള ജീവിതമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, നമ്മുടെ ഈ അനുസരണ ജീവിതത്തിലെ ഒന്നാമത്തെ പടി, രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ അനുസരണത്തിൻ്റെ പടിയെന്ന് പറയുന്നതാണ് ജലസ്നാനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു അല്ലേ? അപ്പോൾ ജലസ്നാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതൊരു അടയാളമാണ്. പക്ഷെ അതൊരു ആത്മീയ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്ന അടയാളമാണ്. അപ്പോൾ ആ ആത്മീയ യാഥാർത്ഥ്യവും പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും, സ്നാനം ഒരു ദിവസം സംഭവിക്കുന്നതാണെങ്കിലും അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ആ ഒരു പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പലർക്കും അത് അറിഞ്ഞുകൂടാ, സ്നാനപ്പെട്ടതും ക്രിസ്തീയ ജീവിതവുമായിട്ട് എന്താ ബന്ധം അല്ലേ? അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. സ്നാനവും ക്രിസ്തീയ ജീവിതവുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്നാനവും ക്രിസ്തീയ ജീവിതവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ സ്നാനത്തെക്കുറിച്ച് സാധാരണഗതിയിൽ നമ്മുടെ സഭകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സമുദായ പള്ളികൾ പഠിപ്പിക്കുന്നത് സ്നാനം ഒരു കൂദാശ എന്നാണ്. ആ കൂദാശ എന്നുള്ള വാക്ക് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല, കാരണം അത് സുറിയാനി ഭാഷയിൽ നിന്ന് വരുന്നതാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യ കർമ്മം, ഒരു കർമ്മം ചെയ്യുന്ന പോലെയാണ്, ഒരു പൂജയൊക്കെ ചെയ്യുന്ന പോലെ. സ്നാനത്തിൽ പങ്കെടുത്താൽ എല്ലാവർക്കും അതിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ അങ്ങ് കിട്ടിക്കോളും. ഏത് പിശാച് പോയി സ്നാനം എടുത്താലും അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രവൃത്തി. അങ്ങനെ ഒരു പ്രവൃത്തിയല്ല സ്നാനം. സ്നാനത്തിൽ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയിൽ വിശ്വാസമൊന്നും കൂടാതെ പങ്കെടുത്താലും അതിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നതിനോട് ബൈബിളിൽ നമ്മളത് കാണുന്നില്ല. മറ്റേ കൂട്ടർ പറയുന്നത്, ഇതിനോട് എതിർത്ത് പലരും പറയുന്നത് സ്നാനം ഒന്നുമില്ല, അത് വെറും ഒരു സാക്ഷ്യം കഴിക്കുന്നതാണ്. ജലത്തിൽ സാക്ഷീകരിച്ചു, പലരും പറയാറുണ്ട്, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചു, അങ്ങനെ വെറും ഒരു സാക്ഷ്യമാണ്. ഇത് രണ്ടും ശരിയല്ല. ഈ പറയുന്ന രണ്ടും തെറ്റാണ്. ബൈബിളിൽ എന്താണ് സ്നാനം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബൈബിളിൽ നമ്മൾ പറഞ്ഞു ഒരു അടയാളമാണ്, പക്ഷെ ആ അടയാളത്തിന് പിന്നിലായിട്ട് ഒരു ആത്മീയ യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? ഈ യാഥാർത്ഥ്യം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ സ്നാനത്തിൽ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് വചനം കൈക്കൊണ്ടവരാണ് സ്നാനപ്പെടുന്നത്, അല്ല ശിശുക്കളൊന്നും അല്ല സ്നാനപ്പെടുന്നത്. അങ്ങനെ വിശ്വാസത്തിൽ സ്നാനപ്പെടുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഒന്ന്, ഒരു കുഴിച്ചിടൽ, ഒരു ശവസംസ്കാര ശുശ്രൂഷ. മറ്റേത് ഒരു കുളി. നമ്മൾ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കാൻ പോവാണ്. പക്ഷെ ഈ രണ്ട് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവര് വിശ്വാസത്താൽ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കും. അല്ല ചുമ്മാ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നതല്ല, വിശ്വാസത്താൽ സ്നാനപ്പെടുമ്പോൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് പോവുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം, ആദ്യത്തെ വാക്യം. റോമാലേഖനം 6-ാം അധ്യായം, അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ കണ്ടതാണ്. നീതീകരണം കൃപയാലാണ്, എന്നാ പിന്നെ പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട, പാപത്തിൽ തന്നെ അങ്ങ് ജീവിച്ചാൽ മതിയോ? അല്ലല്ലല്ല. അങ്ങനെ ക്രിസ്തീയ ജീവിതം പാപത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിതമല്ല. കൃപയാലാണ് രക്ഷ എന്ന് പറഞ്ഞ് കൃപ പാപത്തിന്റെ ലൈസൻസ് അല്ല, അല്ലേ? കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പാപം ചെയ്യാതെ ജീവിക്കേണ്ട കാരണം എന്താണ്? അടുത്ത വാക്യം. പാപസംബന്ധമായി നമ്മൾ മരിച്ചു, നമ്മൾ ആ പാപത്തിൽ ജീവിക്കുന്ന ജീവിതം വിട്ടു. പക്ഷെ എപ്പോഴാണ് നമ്മൾ പാപസംബന്ധമായി മരിച്ചത്? അതാണ് അടുത്ത വാക്യം. വായിച്ചാട്ടെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ കണ്ടോ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സ്നാനപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്. പക്ഷെ സ്നാനം എന്തിനാണ്? യേശു ക്രിസ്തുവിനോട്
ചേരുവാൻ വേണ്ടിയിട്ടാണ്, ഏകീഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, അവൻ്റെ മരണത്തോട് ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനം കഴിക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, 4-ാം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനം. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായ സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുണ്ടായോ? മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ അത് നാറ്റക്കേസാവും. അല്ലേ ശവമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാറും എന്ന് പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞുള്ള കുഴിച്ചിടലാണ് എന്ത്? സ്നാനം. അപ്പൊ സ്നാനം എന്താണ്? പഴയ മനുഷ്യനെ സംബന്ധിച്ചുള്ള ശവസംസ്കാര ശുശ്രൂഷയാണ്. അല്ലേ? യേശുക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആ ജീവിതം സ്നാനത്തിലൂടെ ഞാൻ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് പുതിയ ജീവൻ, അല്ലേ, പുതുജീവൻ തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ പലരും വിശ്വാസത്തിൽ വരും, രക്ഷിക്കപ്പെടും, എന്നിട്ട് സ്നാനപ്പെടത്തില്ല. അങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ എന്തോ പറയും? മരിച്ചു, കുഴിച്ചിട്ടിട്ടില്ല. അങ്ങനെയുള്ളതിന് എന്തോ പറയും? മോർച്ചറി വെച്ചിരിക്കുന്നു, അല്ലേ, ഐസ് പെട്ടിക്കകത്തിട്ട് വെച്ചിരിക്കുന്നു. 10 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്, 30 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്തവർ നമ്മളെന്ത് പറയും? ഐസ് പെട്ടിക്കകത്തിരുന്ന് നാറിക്കൊണ്ടിരിക്കുക, അല്ലേ? അതാണ് കുഴപ്പം. സ്നാനപ്പെടാത്തപ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിൻ്റെ പൂർണ്ണത കടന്നു വരുന്നില്ല, അപൂർണമായ ഒരു അവസ്ഥയാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ടു, പാപസംബന്ധമായി മരിച്ചു, പക്ഷെ പാപസംബന്ധമായി മരിച്ചിട്ട് കുഴിച്ചിട്ടില്ല, അല്ലേ? നമ്മുടെ പഴയ ജീവിതം മുറിക്കുന്ന ഒരു ചടങ്ങാണിത്. സ്നാനം കുഴിച്ചു മൂടലാണ്. പഴയ ജീവിതത്തിന്റെ സംസ്കാരം, ചരമം നടന്നു, ഇനി കുഴിച്ചു മൂടുക, അല്ലേ? നമ്മളൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് കുഴിച്ചു മൂടുന്നതിനിടയ്ക്കും ആ വ്യക്തിയുടെ ശരീരം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ചൊക്കെ പറയും, ആ വ്യക്തി താണ്ട അടുത്ത റൂമിൽ ഇരിപ്പുണ്ട്, അല്ലേ? ഇപ്പം അച്ഛൻ മരിച്ചു, നമ്മൾ വീട്ടിൽ ചെന്ന് അച്ഛനെ എവിടെ വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. ഏത് റൂമിലാണ് വെച്ചിരിക്കുന്നത്? അച്ഛൻ ഉള്ള പോലെ, അല്ലേ? അച്ഛൻ ജീവിച്ചിരിക്കുന്ന പോലെ പറയും. കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അച്ഛനൊന്നുമില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ശരിയായ അന്ത്യം കുറിക്കുന്നത് എപ്പോഴാണ്? സ്നാനം കഴിക്കുമ്പോഴാണ്. സ്നാനത്തിലാണ് നമ്മൾ അവനോട് ഏകീഭവിച്ചിട്ടുള്ള മരണത്താലുള്ള കുഴിച്ചുമൂടൽ സംഭവിക്കുന്നത് സ്നാനത്തിലാണ്. കൊലോസ്യലേഖനം 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും. കണ്ടോ, അടക്കപ്പെട്ടു. സ്നാനത്തിൽ അവനോടുകൂടെ നിങ്ങൾ അടക്കപ്പെട്ടു. കണ്ടോ, ബാക്കി പിന്നെ വായിക്കാം. ആ വാക്യത്തിൽ അത്രയും കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അടക്ക ശുശ്രൂഷയാണ് എന്ത്? സ്നാനം, അല്ലെ? കുഴിച്ചിടൽ അല്ലെങ്കിൽ അടക്കം. പഴയ മനുഷ്യൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവം എല്ലാം നമ്മൾ കുഴിച്ചു മൂടിയിട്ട് ഒരു പുതു സൃഷ്ടിയായിട്ട് നമ്മൾ കടന്നു വരികയാണ്. അതാണ് എന്ത്? സ്നാനം, അല്ലേ? അപ്പൊ സ്നാനത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഏകീഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് സ്നാനത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്നാനം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരാളെ മുക്കും, അല്ലേ? ആ മുക്കുന്ന എന്താ സൂചിപ്പിക്കുന്നത്? മരിച്ചു, എന്നിട്ട് പൊക്കുന്ന എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു, ഇനി പുതു സൃഷ്ടി, ഇനി പുതുജീവൻ. അതാണ് ഈ മുക്കുകയും പൊക്കുകയും തമ്മിലുള്ള എന്താ പറയുക, ആത്മീയ അർത്ഥം, അല്ലേ? അത് വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർക്കേ ഉള്ളൂ. വിശ്വസിക്കാതെ സ്നാനപ്പെടുന്നവർ ഈ സമുദായ പള്ളിയിലൊക്കെ കൂതാശ എടുക്കുന്ന പോലേ ഉള്ളൂ, അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മുങ്ങി പൊങ്ങിയ ഉടനെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്തിട്ടും കാര്യമില്ല, അല്ലേ? എത്രയോ പേരുണ്ട് സ്നാനപ്പെട്ടിട്ടും നരകത്തിൽ പോയി, അല്ലേ? അത് അങ്ങനെ വെറുതെ സ്നാനപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. വിശ്വാസത്താൽ കർത്താവുമായിട്ട് ഈ ഏകീഭവിക്കൽ സംഭവിച്ചവർക്ക് സ്നാനം എന്താണ്? കുഴിച്ചു മൂടലാണ്, അടക്ക ശുശ്രൂഷയാണ്. ഒരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 2:20. അത് സ്നാനത്തെ സൂചിപ്പിക്കുന്നതല്ല, ഈ മരണ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഗലാത്യ ലേഖനം 2:20 അപ്പോസ്തലനായ പൗലോസിന്റെ സാക്ഷ്യമാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ കുഴിച്ചിട്ടു, എന്നെ കുഴിച്ചുമൂടി. പഴയ പൗലോസ് മരിച്ചു, അവനെ കുഴിച്ചുമൂടി. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പകരം ക്രിസ്തുവാണ് ഇനി എന്നെ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസം. അപ്പൊ ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് എന്നിൽ വന്ന് വസിച്ചു ജീവിക്കും. എല്ലാരും കേട്ടോ? ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് എന്നിൽ വന്ന് വസിച്ചു ജീവിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മരിച്ച് സ്നാനത്തിലൂടെ
കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്നാനം എടുക്കാത്തവർക്ക് ഈ ഇതൊരു അപൂർണമായ ഒരു രക്ഷാ അനുഭവമായിരിക്കും. സ്നാനത്തിലൂടെ അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. സ്നാനത്തിലൂടെ നമുക്ക് എന്താണ്? രക്ഷയുടെ അനുഭവത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുകയാണ്. അല്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഒരു പെണ്ണും ചെറുക്കനും ഒരു പ്രേമബന്ധത്തിലായി, പക്ഷെ അതിന്റെ പൂർത്തീകരണം എപ്പോഴാണ്? വിവാഹം കഴിക്കുമ്പോൾ. അല്ലേ? വിവാഹം കഴിക്കാതെ പ്രേമിച്ചുകൊണ്ട് നടന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ അശ്ലീലതയാകും. അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ വിവാഹ ചടങ്ങിന് പോയാൽ നമ്മൾ വിവാഹം കഴിച്ചെന്ന് പറയൂ? ഇല്ല. അല്ലേ? അവിടെ വെച്ച് ഉഭയസമ്മതമൊക്കെ ചൊല്ലി അവർ ബന്ധത്തിൽ കടന്നു വന്നു. പക്ഷെ വിവാഹ ചടങ്ങിൽ ബന്ധപ്പെട്ടതുകൊണ്ടല്ല. അല്ലെ? സ്നാനം എടുത്തത് കൊണ്ട് നമുക്കിത് സംഭവിക്കത്തില്ല. ബന്ധമുള്ളത് കൊണ്ട് സ്നാനം അടക്ക ശുശ്രൂഷയായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷ സ്നാനത്താൽ എന്നല്ല ഈ പറഞ്ഞു വരുന്നത്, രക്ഷയുടെ അനുഭവം, നമ്മുടെ ജീവിതത്തിലുള്ള ആ അനുഭവത്തിന്റെ പൂർത്തീകരണമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ സ്നാനപ്പെടുമ്പോൾ അവർക്ക് രക്ഷയുടെ അനുഭവത്തിന്റെ പുതിയൊരു ആഴം കടന്നു വരും. അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ ഒന്നാമതായിട്ട് അത് ആത്മീയമായിട്ട് ഒരു കുഴിച്ചിടലാണ്, ഒരു അടക്ക ശുശ്രൂഷയാണ്. രണ്ടാമതായിട്ട് അതൊരു കുളിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22:16. അടുത്ത വാക്യം എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് പറഞ്ഞു. കഴുകൽ. കേട്ടോ എല്ലാവരും? പാപങ്ങളെ കഴുകിക്കളയുക. അത് കേട്ടാൽ തോന്നുന്നു സ്നാനപ്പെട്ട പാപം കഴുകിപ്പോകുന്നു. അല്ലേ? അങ്ങനല്ലേ തോന്നുന്ന ആ വാക്യം കേട്ടാൽ? പക്ഷെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേട്ടോ, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടണം. അതാണ് വിശ്വാസം കൂടാതെ ഈ സ്നാനപ്പെട്ട കഴുകലൊന്നും സംഭവിക്കത്തില്ല. വിശ്വാസത്താൽ സ്നാനപ്പെട്ടാൽ അതൊരു കഴുകലാണ്. അല്ലേ? ഞാൻ അന്നത്തോടെ പുതുമനുഷ്യനായി, പുതു സൃഷ്ടിയായി, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി നീക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസാക്ഷി എൻ്റെ പാപബോധങ്ങളിലെല്ലാം കഴുകിയിരിക്കുന്നു. അല്ലേ? അതുകൊണ്ടാണ് പലർക്കും ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം. അതുവരെയൊക്കെ കൺഫ്യൂഷനായിരുന്നു, പ്രയാസമായിരുന്നു. പക്ഷേ ഈ ചടങ്ങിൽ കൂടെ പടന്നു പോയപ്പോഴത്തേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഒരു സാക്ഷ്യം കിട്ടി. നിന്റെ പാപങ്ങളെല്ലാം പുറത്തിരിക്കുന്നു. 1 പത്രോസ് 3:20-21. ഇത് നോഹയുടെ പെട്ടകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നോഹ, ദൈവം പറഞ്ഞു ജലപ്രളയം വന്ന് ദൈവം അന്നത്തെ കാലത്തെ ഭൂമിയെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നോഹ എന്ത് ചെയ്തു? ഒരു പെട്ടകം പണിഞ്ഞു. അങ്ങനെ ആ പെട്ടകത്തിൽ അവന്റെ കുടുംബത്തിലുള്ള 8 പേര് മാത്രമായിട്ട് അവൻ രക്ഷിക്കപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പെട്ടകത്തിൽ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന്റെ ഒരു നിഴലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിലൂടെ രക്ഷ എന്നുള്ളതാണ് അവിടുത്തെ ആ വിഷയം. ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. സ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം ഇപ്പോൾ നിങ്ങളുടെ രക്ഷയുടെ അനുഭവത്തിൽ നിങ്ങളെ പുതിയൊരു ആഴത്തിലേക്ക് നയിക്കുന്നു. എങ്ങനെ? സ്നാനമോ, തുറന്നൊന്നുകൂടെ വായിച്ചാട്ടെ. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കഴുകിക്കളയുന്ന ഒരു മേല് കഴുകലല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു കൂതാശയല്ല. ചുമ്മാ ഈ വെള്ളത്തിൽ പോയോണ്ട് കാര്യമില്ല. അതാണ് അവിടെ പറഞ്ഞത്, ജഡത്തിന്റെ അഴുക്ക് കഴുകിക്കളയില്ല. ബാഹ്യമായിട്ട് നിങ്ങൾ നനഞ്ഞത് കൊണ്ടൊരു കാര്യവുമില്ല. അല്ലെ? ഞാൻ നനഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പിന്നെന്താണ്? ദൈവത്തോട് നല്ല മനസാക്ഷി, എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ, എൻ്റെ കുറ്റബോധം എല്ലാം നീക്കിക്കളയണമേ. അതാണ് നല്ല മനസാക്ഷിക്കായുള്ള ഒരു അപേക്ഷ. അല്ലെ? അതെങ്ങനെ വരുന്നു? ക്രിസ്തേശുവിന്റെ പുനരുത്ഥാനത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട എല്ലാം നിങ്ങൾ ഓർക്കണം. കർത്താവ് ഉയിർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ക്രൂശി മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് അവന്റെ രക്ഷാപ്രവൃത്തി നിമിത്തം നിങ്ങൾക്ക് എന്തു ലഭിക്കുന്നു? പാപത്തിൽ നിന്നുള്ള ക്ഷമ ലഭിക്കുന്നു. അതിന് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ, ആ കഴുകൽ അനുഭവിച്ചറിയാനുള്ള ഒരു മാധ്യമമാണ് എന്ത്? സ്നാനം. അല്ല, സ്നാനത്തിലല്ല നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നത്. വിശ്വാസത്താൽ കർത്താവിന്റെ പുനരുത്ഥാന നിമിത്തം നമുക്ക് എന്താ പറയുക, പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാം. പക്ഷെ അത് സ്നാനം സൂചിപ്പിക്കുന്നു. അപ്പൊ കണ്ടോ, 2 കാര്യങ്ങൾ കണ്ടോ? സ്നാനം ഒരു അടക്ക ശുശ്രൂഷയുമാണ്, ഒരു കഴുകൽ ശുശ്രൂഷയുമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്തവർക്ക് ഇതൊരു അപാകതയാണ്, ഇത് നടക്കാതിരിക്കുന്നവർ. നേരത്തെ പറഞ്ഞ പോലെ മരിച്ചിട്ട് മറ്റേ ഐസ് വെട്ടിക്കാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു കുളിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ 2 കാര്യത്തിലും അല്ലെ, ഞാൻ എപ്പോഴും ഇത് ചിന്തിക്കുന്നതാണ്, മരിച്ചിട്ട് കുഴിച്ചിടാതെ ഇരുന്നാലും അല്ലേ
കഴുകൽ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് കുളിക്കാതിരുന്നാൽ രണ്ടും എന്താ കുഴപ്പം? നാറ്റം. അല്ലേ? അതാണ് ഈ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത വ്യക്തികളുടെ ജീവിതം നോക്കിയാൽ അറിയാം, സൗരഭ്യവാസനയില്ല കർത്താവിൻ്റെ. അല്ലേ? പൂർണ്ണമായിട്ട് അവർക്ക് അനുസരിക്കാൻ പറ്റില്ല. കാരണം അവർ ഈ രണ്ടും ഘട്ട ജീവിതത്തിൽ ജീവിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വന്നു, പുതുജീവിതം തുടങ്ങി, പഴയ ജീവിതം കുഴിച്ചിട്ടിട്ടുമില്ല. അല്ലേ? ഞാൻ കളിയാക്കി പറയുന്ന പോലെ വിവാഹിതനായ അവിവാഹിതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എല്ലാവർക്കും? വിവാഹം കഴിച്ച അവിവാഹിതനുണ്ടോ ലോകത്തിൽ എവിടെങ്കിലും? ഇല്ല. അല്ലേ? വിവാഹം കഴിക്കുമ്പോൾ അവിവാഹിത ജീവിതം കുഴിച്ചു മൂടുകയാണ്, അന്ത്യം കുറിക്കുകയാണ്. അല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്നാനപ്പെടുമ്പോൾ പഴയ ജീവിതത്തിന് അന്ത്യം കുറിച്ച് പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നുകൊണ്ടാണ്, അവനോട് ചേരുവാൻ വേണ്ടിയിട്ട്, അവനോട് ഏകീഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത്? സ്നാനം. അങ്ങനെ ഏകീഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കഴുകൽ ശുശ്രൂഷയും കുഴിച്ചുമൂടൽ ശുശ്രൂഷയും സംഭവിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സമയം ഈ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളെ മുക്കുന്നു, പിന്നെ അയാൾ നിവരുന്നു. അല്ലേ? അപ്പം മുക്കുന്നതാണ് കഴുകലും കുഴിച്ചുമൂടലും. ഇനി അയാൾ നിവരുന്നു. അല്ലേ? ആ കൊലോസ്യ ലേഖനത്തിലെ ആദ്യം പറഞ്ഞ വാക്യമുണ്ടല്ലോ, കൊലോസ്യ 2:12, അത് മുഴുവനൊന്ന് വായിക്കാം. അടക്കപ്പെട്ടു. ഇനി ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ കണ്ടോ, അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇനി ആ പുതു ജീവനിൽ നമ്മൾ ജീവിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അല്ലേ? അപ്പൊ സ്നാനവും ക്രിസ്തീയ ജീവിതവുമായിട്ടുള്ള ബന്ധം അവിടെ കിടക്കുക. നമ്മൾ കുഴിച്ചിട്ടു അങ്ങ് മരിച്ച് കലറ കിടക്കുകയല്ല, നമ്മൾ കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഇനി അതേ ശക്തിയിൽ ആശ്രയിച്ചാണ് ഈ പുതുജീവൻ നയിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനെ ഉയർപ്പിച്ച അതേ ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എങ്ങനെയാണോ കല്ലറയ്ക്ക് പുറത്തു വന്ന അതേ ശക്തിയിൽ തന്നെ ആശ്രയിച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത്. അതാണ് നമുക്കുള്ള മാർഗം. അപ്പൊ ആ പുതുജീവന്റെ 5 പുതുമകൾ, സ്നാനം നിമിത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 5 പുതുമകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. കർത്താവുമായിട്ട് ഏകീഭവിച്ച് അവനോടുള്ള ഐക്യതയിലേക്ക് നമ്മൾ കടന്നു വന്ന്, സ്നാനത്തിലൂടെ കടന്നു വന്നത് നിമിത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന 5 പുതുമകൾ. ഒന്നാമതായിട്ട് നമുക്ക് ഒരു പുതിയ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു പുതിയ പദവി, രണ്ടും പറയാം. ഗലാത്യ ലേഖനം 3:27. കേട്ടോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും കണ്ടോ, അവനോട് ചേർന്നപ്പോ എന്തോ കിട്ടി? പുതിയൊരു വേഷം കിട്ടി. ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയ വ്യക്തിത്വം കിട്ടി. അല്ലേ? ഇപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകൊച്ച്, അവൾ കോളേജിൽ പോയി കണ്ടുമുട്ടി, നല്ലൊരു കല്യാണം കഴിച്ച് വലിയൊരു തറവാട്ടിലെ മരുമോളായി. ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ എന്ത് പറ്റി? പുതിയൊരു അഡ്രസ്സ് കിട്ടി. ഇനി പഴയ പോലെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊന്നും ആരും പറയത്തില്ല. ഇനി പറയുന്നത് തറവാട്ടിലെ പുതിയ കൊച്ച് എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ദരിദ്രന്മാരും പാവപ്പെട്ടവരും പാപത്തിൽ കിടന്നവരുമായിരുന്നു. നമ്മൾ ആരെ കല്യാണം കഴിച്ചു? സ്വർഗത്തിലെ ദൈവപുത്രൻ കുമാരനെ കല്യാണം കഴിച്ചു. ഇപ്പൊ നമ്മുടെ അഡ്രസ്സ് എന്തോ? നമ്മൾ സ്വർഗത്തിലെ ആളുകളായി എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ കർത്താവിനെ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 3:29 തുടക്കം ഒന്ന് വായിച്ചേ. മതി, ക്രിസ്തുവിനുള്ളവരെങ്കിലോ. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചവരാരാണ്? ക്രിസ്തുവിനുള്ളവരാണ്. അല്ലേ? ഇനി നമ്മുടെ അഡ്രസ്സ് അതാണ്, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. നമ്മൾ നമുക്കുള്ളവരുമല്ല, ലോകത്തിനുള്ളവരുമല്ല, പിശാചിനുള്ളവരുമല്ല. നമ്മളിനി ആരുടെ അവകാശമാണ്? ക്രിസ്തുവിന്റെ അവകാശമായിരിക്കുകയാണ്. അല്ലെ? കല്യാണം കഴിച്ച ഒരു സ്ത്രീ പറയുന്ന പോലെയാണ്, ഇനി ഞാൻ ഈ പഴയ പോലെ ഒന്നും അല്ല, ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയാണ്, അവനാണ് എൻ്റെ മേൽ അധികാരമുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെതായി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പുതിയൊരു വ്യക്തിത്വം കിട്ടി. അല്ലെ? പുതിയൊരു പേര്, പുതിയൊരു പദവി, ഇതെല്ലാം പറയാം. അപ്പൊ അവനോട് ചേർന്ന നിമിത്തം ഞാൻ അവൻ്റെതായി. അല്ലെ? ഇനി രണ്ടാമതായിട്ട് എന്താണ്? പുതിയൊരു നടപ്പ് കിട്ടി. പുതിയൊരു നടപ്പ്. ആ വാക്യം വായിച്ച റോമർ 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഇതെല്ലാം സംഭവിച്ചത്. അല്ലേ?
നമ്മൾ അവനോടുകൂടെ ഏകീഭവിച്ച് അവനെ പോലെ മരിച്ച് കുഴിച്ചടക്കപ്പെട്ട് ഈ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എന്താ ഈ നടപ്പെന്ന് പറഞ്ഞാൽ? നടപ്പെന്ന് പറഞ്ഞാൽ അനുസരണത്തിൽ ജീവിക്കണം, അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തോട് മരിച്ചവരും ദൈവത്തോട് ജീവനുള്ളവരുമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടവരാണ്. അപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ എന്തായിട്ട് വെളിപ്പെട്ട് വരണം? നടപ്പായിട്ട് വെളിപ്പെട്ട് വരണം, അല്ലേ? സ്നാനം, അതാണ് ഞാൻ പറഞ്ഞത്, സ്നാനം ഒരു ദിവസം സംഭവിക്കും, അതോടെ അതങ്ങ് തീർന്നില്ല, അല്ലേ? സ്നാനത്തോടെ നമ്മുടെ ഒരു ജീവിതം ആരംഭിക്കുകയാണ്, അല്ലെ? ഇപ്പോൾ കല്യാണവും വിവാഹവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നിങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം കല്യാണം കഴിച്ചവരാണല്ലോ. കല്യാണവും വിവാഹവും രണ്ടും ഒന്നാണോ? കല്യാണം എത്ര ദിവസമുണ്ട്? ഒരു ദിവസമേ ഉള്ളൂ. വിവാഹമോ? അറിഞ്ഞൂടാ. കല്യാണ ബന്ധം എന്നാണോ പറയുന്നത്, വിവാഹ ബന്ധം എന്നാണോ പറയുന്നത്? വിവാഹ ബന്ധം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ കല്യാണം ചടങ്ങ്. കല്യാണം ഒരു ദിവസം, ഒരു 2 മണിക്കൂർ നമ്മളെല്ലാവരും ഹോളിൽ പോകുന്നു, നടത്തുന്നു, തീരുന്നു. പക്ഷെ തീർന്നില്ല, കല്യാണം തീർന്നതേ ഉള്ളൂ, വിവാഹം തുടങ്ങി, വിവാഹ ബന്ധം തുടങ്ങി. വെഡ്ഡിങ്ങും മാരേജും എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലേ? വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ കല്യാണം, അത് ഒരു ദിവസം അങ്ങ് തുടങ്ങി, തീർന്നു, അല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്നാനം ഒരു ചടങ്ങാണ്. ക്രിസ്തീയ ജീവിതം അത് അന്ത്യത്തോളം തുടരണം, ഈ നടപ്പ് തുടരണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് സ്നാനത്തോടെല്ലാം തീർന്നെന്നല്ല. ചിലരൊക്കെ അങ്ങനെയാണ്, സ്നാനം കഴിഞ്ഞു പോയി പാപമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, സ്നാനത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ സ്നാനപ്പെടുന്നവർ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവുമായിട്ട് ഏകീഭവിച്ചതു നിമിത്തം ഇനി എന്താണ്? ഇനി ഞാൻ പാപത്തോട് മരിച്ചവനും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനുമായിരിക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പോൾ ഈ പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. പുതിയൊരു വ്യക്തിത്വം കിട്ടി, ആ വ്യക്തിത്വത്തിനോട് ചേർന്ന് പോകുന്ന ഒരു നടപ്പുണ്ട്, അല്ലേ? നേരത്തെ പറഞ്ഞ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം, അവള് തറവാട്ടിൽ കല്യാണം കഴിച്ച് ചെന്നു, ഇനി ചുമ്മാ ഇരുന്നാൽ മതി? ഇല്ല, ഇനി ആ കുടുംബത്തിനും ആ ഭർത്താവിനും ചേർന്ന് പോകുന്ന രീതി നടക്കണം. അല്ലാതെ പണ്ടത്തെ വീട്ടിലെ പോലെ കിടന്ന് ബോളം വെക്കുകയും വഴി കൂടെ പോകുന്ന ചെറുക്കന്മാരെ വായി നോക്കുകയൊന്നും പാടില്ല ഇനി, അല്ലേ? കല്യാണം കഴിച്ചു, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ആ വിഷയം വീട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അല്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, അത് നമ്മുടെ നടപ്പിൽ വെളിപ്പെട്ടു വരണം. പാപം അതിജീവിച്ച് ജീവിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് പുതിയൊരു പദവി, പുതിയ ഒരു നടപ്പ്. ഇനി മൂന്നാമതായിട്ട് പുതിയൊരു ചിട്ട. റോമർ 13:14. കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇവിടെ സ്നാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കും, അല്ലേ? പക്ഷെ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ? കർത്താവിനെ തന്നെ എന്ത് ചെയ്യണം? ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചത് പിന്നെ എന്തുവായിരുന്നു? ഗലാത്യ ലേഖനത്തില് 3:27 എന്തോ പറഞ്ഞേ? നിങ്ങൾ സ്നാനപ്പെട്ടവരെല്ലാം യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക ധരിച്ചോണേ എന്ന്. എന്തോ വീണ്ടും പോയി സ്നാനപ്പെട്ടുകൊണ്ടിരിക്കണോ അപ്പം? അല്ലേ? സ്നാനപ്പെട്ടവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഒരു വാസ്തവമായിട്ട് പറഞ്ഞിട്ട് റോമർ 13 പറഞ്ഞിരിക്കുകയാണ് ധരിച്ചോണേ എന്ന്, കൽപ്പനയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ പദവി അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൽ നിങ്ങൾ നിലനിൽക്കണം, അല്ലേ? കല്യാണം കഴിച്ച പെൺകുട്ടിയായാലും പയ്യനായാലും നമ്മളെന്ത് പറയും? ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഈ ബന്ധം നിമിത്തം നീ എന്ത് ചെയ്യണം? അതിൽ നിലനിൽക്കണം. അവിവാഹിതനെ പോലെ നിനക്കിനി നടക്കാൻ പറ്റത്തില്ല, അല്ലേ? അത് പയ്യന്മാർക്കാണ് കൂടുതലും അതൊരു ഷോക്കായിട്ട് വരുന്നത്. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അമ്മമാർക്ക് മനസ്സിലാക്കുന്നത്, ഇനി പഴയ പോലെ ഒന്നും കറങ്ങി നടക്കാൻ പറ്റത്തില്ല, തോന്നുമ്പോൾ വീട്ടിൽ വരാൻ പറ്റത്തില്ല, അല്ലേ? ഒരാൾ കൂടെ ഉണ്ട്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ ധരിച്ചവരായ നാം ഇനി എന്ത് ചെയ്യണം? അതിൽ തന്നെ നിലനിൽക്കണം. എങ്ങനെയാ നിലനിൽക്കണ്ടേ? അതാണ് അതിന് താഴെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ എന്തുവായി കുഴിച്ചിട്ടതപ്പോ സ്നാനത്തിന്? സ്നാനത്തിൽ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെന്തിനാ ഈ മോഹങ്ങളും ജഡത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്? അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് കുഴിച്ചിട്ടത്? കുഴിച്ചിട്ടത് പഴയ മനുഷ്യനെയാണ് കുഴിച്ചിട്ടത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള ഞാൻ എന്നെ കുഴിച്ചിട്ടു, എൻ്റെ ജഡത്തെ കുഴിച്ചിട്ടിട്ടില്ല, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെ ദൈവം ആദ്യം സൃഷ്ടിച്ച എങ്ങനെയായിരുന്നു? അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും, അല്ലേ? ആ സ്വരൂപം നമ്മൾ ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ ദിവസം ശുദ്ധീകരണത്തിലൂടെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ സാദൃശ്യം പൂർണ്ണമായിട്ട് ലഭിക്കും, അല്ലേ? അപ്പോൾ കണ്ടോ, ഈ ജഡം
രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സ്വഭാവം പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ദൈവം നമുക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടല്ല രക്ഷ തരുന്നത്. രക്ഷ പിന്നെ എങ്ങനെ? നീതീകരണം കർത്താവിൻ്റെ പ്രവൃത്തി നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തമല്ല. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തികളൊക്കെ ഇപ്പോഴും പാപമൊക്കെ നിറഞ്ഞതാണ്, അല്ലേ? എൻ്റെ സ്വഭാവം പരിപൂർണമായിട്ട് ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. അപ്പോൾ ജഡത്തെ നമ്മൾ കുഴിച്ചിട്ടിട്ടില്ല. എൻ്റെ ഈ ശരീരം വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. അതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. തേജസ്കരണം, എൻ്റെ ശരീരം അവൻ്റെ മഹത്വത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ എന്തുണ്ട്? സ്നാനപ്പെട്ട വ്യക്തിക്കും പോരാട്ടമുണ്ട് പാപത്തെ ചൊല്ലി. അപ്പോൾ എന്ത് ചെയ്യണം? മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നിങ്ങൾ ജഡത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, കുഴിച്ചിട്ട പഴയ മനുഷ്യൻ ചിന്തിച്ച അതേ വഴികളിലൊക്കെ ചിന്തിക്കുകയാണ്, എന്തോ പറ്റും? മോഹങ്ങൾ ജനിക്കും. അതിമോഹങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെ, പാപം ചെയ്യാനുള്ള മോഹം ജനിക്കും. അങ്ങനെ ജനിക്കുമ്പോൾ എന്തോ പറ്റുമെന്നറിയാവോ? നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ വിടും, അല്ലേ? കല്യാണം കഴിച്ച ഭർത്താവിനെ മറന്നേച്ച് ജാരൻ്റെ പുറകെ പോകും, അല്ലേ? ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജീവിച്ചത് എന്ത് സന്തോഷകരമായ ജീവിതം എന്ന് ഫുൾ ടൈം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും കൂറ് കാണിക്കൂ? അയ്യോ, ഇങ്ങേര് വരുന്നതിന് മുമ്പ് എന്ത് നല്ല ജീവിതമായിരുന്നു, ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയാൽ 3-4 ആണുങ്ങളുമായിട്ട് പുറത്തൊക്കെ പോയിരുന്നൊക്കെ ചിന്തിക്കുന്ന ഭാര്യ എന്തോ പറയും? അവൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവനോട് പ്രതിബദ്ധത കാണിക്കത്തില്ലേ എന്ന് പറയുന്നതുപോലെ ആത്മീയമായിട്ട് നമ്മൾ ഈ പണ്ട് ചെയ്തിരുന്ന പ്രവർത്തികളുടെയൊക്കെ സന്തോഷമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. പണ്ട് എന്ത് എളുപ്പമായിരുന്നു, നുണയൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റും? പാപം ചെയ്യാനുള്ള ആഗ്രഹം കൂടും. അപ്പോൾ എന്ത് പറ്റും? ഈ വന്ന കാന്തനെയൊക്കെ മറക്കും, ഭർത്താവിനെയൊക്കെ മറക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇന്ന് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്, കാരണം ക്രിസ്തുവിനെ ധരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടിരുന്നാൽ ഈ മോഹങ്ങൾ ജനിപ്പിക്കുമാറ് ജഡം കയറി വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചിട്ട കടന്നു വന്നു, അല്ലേ? ഇതെല്ലാം വിവാഹം കഴിച്ചവർക്ക് വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ഒരു ചിട്ട വന്നു. ഇനി പഴയ പോലെ ജാരന്മാരുടെ പുറകെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇനി ഏക ഭർത്താവായ ക്രിസ്തുവിനോട് മാത്രം പ്രതിബദ്ധത പുലർത്തി ജീവിക്കണം, അല്ലേ? അത് സ്നാനത്താൽ ഞാൻ യേശുവിനെ ധരിച്ചത് കൊണ്ട് കടന്നു വന്ന ചിട്ടയാണ്. പഴയ പോലെ നമുക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റത്തില്ല. ശരി, അപ്പോൾ അടുത്ത വാക്യം 1 കൊരിന്ത്യർ 9:24 മുതൽ 27. അപ്പോസ്തലനായ പൗലോസ് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ചിട്ട പാലിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലേ? 1 കൊരിന്ത്യർ 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാലോ, അല്ലേ? സ്കൂളിലൊക്കെ ഓട്ട മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങ് 1ാം പ്രൈസ് കൊടുക്കത്തില്ല. അവിടെ ഒരുത്തന് ഓടി ആദ്യം ബിരുദെന്ന് പറഞ്ഞാൽ ഈ സമ്മാനത്തിനുള്ള പഴയ മലയാളമാണ് ബിരുദ്. അങ്ങനെ ബിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം കേട്ടോ. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടം പോലെ എന്താ പറയുക, സാദൃശ്യമാക്കി പറയുകയാണ്. ഇതിൻ്റെ അന്ത്യം ദൈവം വെച്ചിരിക്കുന്ന പൂർണ്ണരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ലക്ഷ്യബോധത്തോടെ നിങ്ങൾ ഓടണം. എങ്ങനെ ഇതൊക്കെ ഓടി അങ്ങ് എത്തിയാൽ മതി. ആ ഉഴപ്പ് മെൻറ്റാലിറ്റി പാടില്ല, അല്ലേ? ചിലരൊക്കെ സ്കൂളിൽ പോയി ജയിച്ചാൽ മതി, അല്ലേ? അങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒന്നും വേണ്ട. അങ്ങനത്തെ ഉഴപ്പ് മനസ്സും കൊണ്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കരുത്. ആപത്താണ്. പൂർണ്ണ മനസ്സോടെ ഇതിലിറങ്ങി തിരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ല ഉറക്കം തൂങ്ങി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഓടണം, നിങ്ങളും അങ്ങനെ ഓടണം. കണ്ടോ, ഈ ഓട്ട മത്സരത്തിനൊക്കെ തയ്യാറാകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെല്ലാം തോന്നിയതെല്ലാം തിന്നത്തില്ല. തിന്ന് കുടവയറും ചാടിയിരിക്കുന്നവനെ അല്ല നമ്മൾ ഒളിമ്പിക്സിന് ഓടാൻ വിടുന്നത്, അല്ലേ? നിങ്ങൾ ഓട്ടത്തിനൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ല, നല്ല മേലിഞ്ഞ്, അല്ലേ? അവരെന്ന് പറഞ്ഞാൽ കണ്ണി കാണുന്നതെല്ലാം തിന്നത്തില്ല, അല്ലേ? വെളുപ്പിന് 10-11 മണി വരെ കിടന്ന് ഉറങ്ങത്തില്ല, 4 മണിക്ക് എഴുന്നേറ്റ് ഓടും, അല്ലേ? അപ്പോൾ ആ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒരു ബിരുദ പ്രാപിക്കുവാൻ വേണ്ടി അവൻ വളരെ അച്ചടക്കമുള്ളൊരു ജീവിതം നയിക്കും. അതിൻ്റെ നിമിത്തം എന്താ? പലതും വേണ്ടെന്ന് വെക്കും, വർജിക്കും, അല്ലേ? വായിച്ചാട്ടെ. ആ വാടുന്ന ഒരു കിരീടം അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ വേദഭാഗം എഴുതിയ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഈ ഒളിമ്പിക്സിന് അവർക്ക് കൊടുക്കുന്നത് ഒരു തലയിലൊരു റീത്തായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കുറേ ഇലയൊക്കെ വെച്ചിട്ടുള്ള 3 ദിവസം കഴിയുമ്പോൾ വാടിപ്പോകും. ഇതിനു വേണ്ടിയിട്ടേ കിടന്ന് കഷ്ടപ്പെട്ട് ഓടുന്നത്. ഇന്നത്തെ പോലെ മറ്റേ ഗോൾഡ് മെഡലൊന്നും അല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടിങ്ങനെ തലയിലൊരു റീത്ത്. അപ്പോൾ അതാണ് വാടിപ്പോകുന്നതിന് വേണ്ടി അവരിതൊക്കെ ചെയ്യുന്നു. നമ്മളോ നിത്യമായ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ നമ്മളൊന്നും വർജിക്കാതെ കുടവയറും ചാടിയിരിക്കുക. അതാണ് പറഞ്ഞത്, നിങ്ങൾ ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം.
ഇനി എന്റെ കാര്യം പറയട്ടെ. ആകയാൽ ഞാൻ, ഇതുവരെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു, ഇനി ആകയാൽ ഞാൻ, അല്ലെ? അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ എങ്ങനെ ഈ ചിട്ട പാലിക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എങ്ങോട്ടെങ്കിലും വെച്ചല്ലേ ഓടുന്നത്, അല്ലെ? നമ്മൾ ഈ കൊച്ചു പിള്ളേർ ഓട്ട മത്സരം കണ്ടിട്ടുണ്ടോ? അവരോട് അതിന്റെ അന്ത്യം വരെ ഓടാൻ പറയാം. അവരെങ്ങോട്ടെങ്കിലും ഓടിയ അച്ഛനമ്മമാരുടെ മടിയിലോട്ട് ഓടും. എവിടെങ്കിലും കിടന്ന് ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് കാര്യമില്ല, ആ നിശ്ചിത സ്ഥലത്തേക്ക് ഓടണം. അതുകൊണ്ട് ഞാനൊരു ലക്ഷ്യബോധത്തോടെ ഓടുകയാണ്. ഈ ബോക്സിങ് കണ്ടിട്ടില്ലേ? ബോക്സിങ് ചെയ്യുമ്പോൾ ഞാനിപ്പോ താണ്ട് ഒരാളെ ഇടിക്കുകയാണോ? ഇതിപ്പോ ആരുടെങ്കിലും മുഖത്തിടിക്കുകയാണോ ഞാൻ? അല്ലേ? ഞാനിപ്പോ വായുവിലിട്ടിടിക്കുന്നു. അങ്ങനെ എങ്ങോട്ടെങ്കിലും വെച്ച് കൈനീട്ടുകയല്ല, ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ ഇടിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒരു ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മുഖത്ത് കൊള്ളത്തക്ക രീതിയിൽ തന്നെ അടി കൊടുക്കുന്നതെന്ന്. വായിച്ചാട്ടെ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം, എല്ലാവരോടും ബൈബിൾ സ്റ്റഡിയും പ്രസംഗവും ഒക്കെ നടത്തിയതിന് ശേഷം ഞാൻ നശിച്ചു പോകാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ഞാൻ ചെയ്യുന്നത്. കണ്ടോ അപ്പോസ്തലൻ? അപ്പൊ ഈ പറയുന്ന ചിട്ട എങ്ങനെ ഫോളോ ചെയ്തു? നേരത്തെ പറഞ്ഞ ജഡത്തില് ചിന്തിച്ച് മോഹങ്ങൾ വരാതിരിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കും. തോന്നുന്നതൊക്കെ തിന്നും, തോന്നുന്നതൊക്കെ കഴിച്ചും, തോന്നുന്നതൊക്കെ പറഞ്ഞും, തോന്നുന്നതൊക്കെ ചെയ്തും അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ശരീരത്തിന് തോന്നിയ വിധത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ നാവിന് കള്ളം പറയാനുള്ള ആ ഒരു വ്യഗ്രത വരുമ്പോൾ ഞാൻ കള്ളം പറയത്തില്ല, അല്ലേ? അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ജീവിക്കുക. എന്താണ്? ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അന്ത്യം വരെ എത്തുവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ചിട്ടയുണ്ടോ? ക്രിസ്തീയ ജീവിതം നിമിത്തം നമ്മൾ എന്തൊക്കെയാണ് വർജിക്കുന്നത്? നമുക്കൊരു ലിസ്റ്റ് എഴുതാവോ? ഞാൻ ക്രിസ്തുവിൽ വന്നത് നിമിത്തം ഈ അന്ത്യം വരെ ഓടി ആ വിരുദ് പ്രാപിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകളഞ്ഞ 4 കാര്യങ്ങൾ എല്ലാവർക്കും എഴുതാവോ? വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ വിട്ടുകളഞ്ഞല്ല, ദൈനംദിന ജീവിതത്തിൽ വിട്ടുകളയുന്ന വിഷയങ്ങൾ. എവിടൊക്കെയാണ് നമ്മൾ ശരീരത്തെ ഒന്ന് ദണ്ഡിപ്പിക്കുന്നത്, അല്ലേ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ ജീവിച്ചു വരുന്ന ഈ ക്രിസ്തീയ കാലം ഒന്നും വർജിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ചെയ്തുകൊണ്ട് സ്വർഗത്തിലും പോകാന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ അധപ്പതിച്ചു പോയി ഇന്നത്തെ ക്രിസ്തീയത. എല്ലാം ചെയ്യാം, അതായത് രക്ഷിക്കപ്പെടാത്തവൻ ചെയ്യുന്ന എല്ലാം വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതലും പാപവും ചെയ്തിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാൻ. ഇവിടെയും സ്വർഗം അവിടെയും സ്വർഗം എന്നാണ് ഇപ്പോഴത്തെ സുവിശേഷം. എന്നാൽ അപ്പോസ്തലൻ പറയാണ്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കും, ശിക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിയൊക്കെ കൊടുത്ത്, അതായത് മറ്റേ ഒളിമ്പിക്സിന് ഓടുന്ന ഓട്ടക്കാരനെ പോലെ എനിക്കിഷ്ടമുള്ളതൊന്നും ഞാൻ തിന്നത്തില്ല. ഇതെല്ലാം ഞാൻ ആത്മീയ അർത്ഥത്തിലാണ് ഈ പറയുന്നത്, അല്ല അത് വീട്ടിൽ പോയി ആഹാരം കഴിക്കാതിരിക്കുന്നതിനെ കുറിച്ചല്ല. ആഹാരമൊക്കെ വരും അതിനകത്ത്, പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങളെ ദണ്ഡിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. മോഹങ്ങൾ ജനിക്കുമാറ് ഞാൻ ജഡത്തിനായി ചിന്തിക്കുകയില്ല. അപ്പോൾ സ്നാനം നിമിത്തം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു പദവി, ഒരു വ്യക്തിത്വം കടന്നു വന്നു. അത് നിമിത്തം ഒരു നടപ്പുണ്ട്. ആ നടപ്പിൽ ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ, പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ചിട്ടയുള്ള ജീവിതമായിരിക്കണം. പല വിശ്വാസികൾക്കും ഈ ബൈബിളിൽ അറിവില്ലാത്തത് കൊണ്ടോ പരിശുദ്ധാത്മ ശക്തി ലഭിക്കാത്തത് കൊണ്ടൊന്നും അല്ല പാപം ചെയ്യാതെ ജീവിക്കാത്തത്. പാപത്തിൽ ജീവിക്കുന്നതിൻ്റെ ഏക കാരണം അച്ചടക്കം ഇല്ല, ഡിസിപ്ലിൻ ഇല്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, കണ്ണി കണ്ടവരോടൊക്കെ പ്രസംഗിച്ചിട്ട് അവസാനം ഞാൻ നശിച്ചു പോകാതിരിപ്പാൻ ഞാൻ വളരെ അച്ചടക്കത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? അത്ര തീക്ഷ്ണമായ ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അത് സ്നാനത്താലാണ് ഈ യാഥാർത്ഥ്യം വെളിപ്പെട്ട് വരുന്നത്. ഇനി 4-മതായിട്ട് പുതിയ ഒരു ഇരിപ്പ്. യോഹന്നാൻ 15 വായിച്ചേ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പുതിയ ഇരിപ്പ് അല്ലെങ്കിൽ വാസം എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നിൽ വസിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കണ്ടു, സ്നാനം എന്താണ്? യേശുവിനോട് ചേരുന്നതാണ്, അല്ലേ? യേശുവിനോട് ഏകീഭവിക്കുകയാണ്. അങ്ങനെ ഏകീഭവിച്ചവർ എന്ത് ചെയ്യണം? യേശുവിൽ വസിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കല്യാണവും വിവാഹവും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? സ്നാനം ആ ഒരു 5 മിനിറ്റ് വെള്ളത്തിലുള്ള ഏകീഭാവനം കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ആ ഏകീഭാവം നിമിത്തം നമ്മളിനി അങ്ങനെ ആ ഐക്യത്തിൽ ജീവിക്കണം, അല്ലേ? നമ്മൾ ഒരു കൊമ്പാണെങ്കിൽ, ഒരു ചെടിയുടെ ഒരു ചില്ലയാണെങ്കിൽ ആ മരത്തിൽ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതിയോ അതിൽ ഫലം വരുമോ?
അല്ലെ, നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. വേറൊരു ചെടിയുടെ ഒരു ചില്ല എടുത്ത് ഈ ചെടിയിൽ നമ്മൾ കെട്ടിവെക്കും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തളിർത്ത് വരും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ കൊമ്പ് അല്ലെങ്കിൽ ചില്ല അല്ലെങ്കിൽ ശാഖ, ഈ കൊമ്പ് ഈ മരത്തിൽ എത്ര നാൾ വസിച്ചാൽ ഫലം കായ്ക്കും? 5 മിനിറ്റ് വസിച്ചാൽ മതിയോ? എല്ലാ ഞായറാഴ്ചകളിലും വസിച്ചാൽ മതിയോ? അല്ലേ, എപ്പോഴും നിരന്തരമായിട്ട് വസിക്കണം. കണ്ടോ? അപ്പൊ ഈ ഏകീഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്നാനത്തിലൂടെ നമ്മൾ ചേർന്നു എന്ന് പറയുന്നത് തുടർമാനമായിട്ട് സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചാലേ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു പുതിയ ഇരിപ്പാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നത്? കർത്താവിലിരിക്കണം അല്ലേ. അങ്ങനെ വസിച്ചെങ്കിലേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുള്ളൂ. 2 കൊരിന്ത്യർ 4:10-11. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? കർത്താവിന്റെ ഉയിർപ്പിന്റെ ശക്തി അല്ലെ, ആ ജീവൻ പ്രാപിച്ചാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പുതുജീവൻ പ്രാപിച്ചാണ് ഇനി ജീവിക്കേണ്ടത്. പക്ഷെ ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ എന്താ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവിന്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ അവന്റെ മരണം ഞാൻ എപ്പോഴും എൻ്റെ ശരീരത്തിൽ വഹിക്കണം അല്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്, പാപം വിട്ടകന്നിരിക്കണം. ഞാൻ അവനോടുകൂടെ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും പേറിക്കൊണ്ട് ജീവിക്കണം. അതാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞത്. എപ്പോഴും ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഈ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തു നിമിത്തം പാപത്തോട് മരിച്ചിരിക്കുന്നു, ഇനി അവന്റെ ജീവനാൽ ജീവിക്കേണ്ടവനാണ്. അങ്ങനെ എപ്പോഴും എന്നെ തന്നെ നിഷേധിച്ച്, എൻ്റെ ജഡത്തെ നിഷേധിച്ച് അവന് പ്രവർത്തിക്കാനുള്ള ഇടം കൊടുക്കണം. അതാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ ലൂക്കോസ് 9:23 ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ജഡത്തിനിടം കൊടുക്കരുത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ മരണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വഹിക്കണം. അല്ലാതെ ജഡത്തിന് ഇടവും കൊടുത്ത് ഞായറാഴ്ചകളിൽ വന്നിട്ട് ആത്മീയതയും കൂടെ കാണിച്ച് ഈ കൂട്ടിക്കുഴച്ചിലൂടെ ക്രിസ്തീയ ജീവിതം നടക്കത്തില്ല. അതാണ് ഈ അടക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ പറയുന്നത്, ഇനി ഈ പരിപാടിയില്ല, ഇനി ജഡത്തിന്റെ പരിപാടിയില്ല, ഇനി ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ള ജീവിതം അല്ലേ. അപ്പോൾ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും, അതെല്ലാരും കേട്ടോ, നാൾതോറും കർത്താവ് തൻ്റെ ശിഷ്യന്മാർ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞ ഏക കാര്യം ഇതാ. അല്ലാതെ ബൈബിൾ വായിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, പാട്ട് പാടണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്തായിരുന്നു? ലൂക്കോസ് 18:1 മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സെക്കൻഡിലും പ്രാർത്ഥിച്ചോ. അത് ഒരു ദിവസമൊന്നുമല്ല, എപ്പോഴും പ്രാർത്ഥിച്ചോണം. പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഏക കാര്യം ഇതാണ്. എന്താണ്? നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ പിൻപറ്റണം. എന്താ ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ മരണം, അവനെ ഏകീഭവിച്ചിട്ട് ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ജഡത്തെ ഞാൻ നിഷേധിച്ചുകൊണ്ട് ജീവിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ യേശുക്രിസ്തുവിനോട് ഏകീഭവിച്ചത് നിമിത്തം ഞാൻ അവനോടുകൂടെ പാപത്തോട് മരിച്ചിരിക്കുന്നു എന്നോർത്ത് ഈ ജഡത്തിന് ഇനി പാപം ചെയ്യാൻ ഇടം കൊടുക്കാതെ അവൻ എന്നിൽ വന്ന് വസിച്ച് പ്രവർത്തിക്കാനുള്ള ഇടം കൊടുക്കണം. അതാണ് ക്രൂശ് എന്ന് പറയുന്നത്. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അതല്ലേ കർത്താവ് ക്രൂശിൽ പറഞ്ഞത്? എൻ്റെ ഹിതമല്ല കർത്താവേ, പിതാവേ, നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് 2 കൊരിന്ത്യർ നമ്മൾ വായിച്ചത്. ഈ മരണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ ജീവൻ പ്രവർത്തിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ തയ്യാറാണോ? അതാണ് ഈ ഇരിപ്പ്. അതാണ് അവനിൽ എപ്പോഴും വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഹിതമല്ല ഇനി നിന്റെ ഹിതം. ഇതൊക്കെ സ്നാനം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരുന്ന പുതിയ യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ ജീവിച്ചാലേ പുതുജീവൻ വെളിപ്പെട്ട് വരത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്തത് ഇനി 5ാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ടോ എല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് ഉപസംഹരിക്കാം. അടുത്തത് 5ാമത്തേത് പുതിയ സമൂഹം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലെ 41-2. അവന്റെ
വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആ അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പത്രോസ് പ്രസംഗിച്ച ആദ്യത്തെ സുവിശേഷ പ്രസംഗം അത് കേട്ട് കഴിഞ്ഞപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു. ഈ സ്നാനപ്പെട്ടവരെല്ലാം അങ്ങ് വീട്ടിൽ പോയെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഈ അവരാരാണ്? ഇങ്ങനെ സ്നാനപ്പെട്ടവർ. ഈ സ്നാനപ്പെട്ടവർ പിന്നെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കണ്ടോ, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഇത് ചെയ്തെന്നാ പറയുന്നത്. ഇതാണ് പുതിയ സമൂഹം. സ്നാനപ്പെട്ട വ്യക്തികൾ പിന്നെന്താ ചെയ്യുന്നത്? അവർ ഈ സഹോദരന്മാരുമായിട്ട് ചേർന്ന് 4 കാര്യം ചെയ്തു. ഉപദേശം പഠിച്ചു. എന്താ ഈ ഉപദേശം? ഉപദേശം കഴിഞ്ഞാൽ ഡോക്ട്രിൻ എന്നുള്ള വാക്കാണ്. അതായത് വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപദേശം പഠിക്കുകയാണ്, അല്ലേ? നമ്മൾ സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ സ്നാനപ്പെട്ടവർ സഭയിൽ കടന്നു വന്ന് ഒന്നാമത് ചെയ്യേണ്ടത് ഉപദേശം പഠിക്കണം. ഇത് പലപ്പോഴും നമ്മുടെ സഭകളിൽ, നമ്മുടെ ഇവിടുത്തെ അല്ല, പല സഭകളിൽ ഇതൊന്നുമില്ല. ബാക്കി ഈ എന്താ പറയുക, ദൈനംദിന വയറ്റിപ്പഴപ്പ് വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിഷയം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഉപദേശം പഠിക്കണം, അതാണ് ഒന്നാമത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടായ്മ ആചരിച്ച്. എന്താ ഈ കൂട്ടായ്മ? നമ്മളെല്ലാം കൂടി കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്, അതാണോ കൂട്ടായ്മ? പല സഭകളിലും അതേ ഉള്ളൂ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, അല്ലേ? അവിടെ യവന ഭാഷയിൽ കൂട്ടായ്മ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം പങ്കുവെക്കൽ. നമ്മൾ അന്യോന്യം ജീവിതം പങ്കുവെക്കണം. വീണ്ടും വിവാഹ വിഷയം പറഞ്ഞുകൊള്ളട്ടെ. ഒരു പയ്യനും ഒരു പെൺകുട്ടിയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത്? അവർ രാവിലെ എഴുന്നേറ്റും പലഹാരം കഴിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ണും, വൈകുന്നേരം ആഹാരം കഴിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇതാണോ വിവാഹം? ഇതാണ് വിവാഹമെങ്കിൽ വിവാഹം കഴിക്കേണ്ടേ ആവശ്യമില്ലായിരുന്നു. ഒരു ഹോട്ടലിൽ പോയാൽ മതി, ആഹാരം കഴിക്കാനുള്ള ആളുകളെ കൂടെ കിട്ടും, അല്ലേ? പല കുടുംബങ്ങളിലും ഇത്രയേ ഉള്ളൂ വിവാഹം. എന്താണ് വിവാഹം? 2 വ്യക്തികൾ ചേർന്ന് വന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഒന്നിച്ച് ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ജീവിതം പങ്കുവെക്കും, അല്ലേ? നിന്റെ പ്രശ്നമൊക്കെ എൻ്റെ പ്രശ്നം, തിരിച്ച് പയ്യനും പറയാണ് എൻ്റെ പ്രശ്നമൊക്കെ നിന്റെയും പ്രശ്നം, അല്ലേ? നമുക്കിനി എൻ്റെ ജീവിതം നിന്റെ ജീവിതമൊന്നുമില്ല, നമുക്കിനി നമ്മുടെ ജീവിതമേ ഉള്ളൂ. സഭയെ കടന്നു വന്നവരും അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എൻ്റെ പ്രശ്നം വേറെ, ബ്രദറിൻ്റെ പ്രശ്നം വേറെ, അങ്ങനല്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നം, ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ നീ ചോദിക്കുന്നത് എന്തിനാ? ചുമ്മാ ഈ എന്നെ പോലുള്ളവർക്ക് പ്രാർത്ഥിച്ച് പൂജാരിമാരെ പോലെ നടക്കാനോ? അതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുന്നത്? നിങ്ങളുടെ ജീവിതവും എൻ്റെ ജീവിതവും ഇനി ഒന്നാണ്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ്, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥന ആവശ്യങ്ങളും അപേക്ഷകളും ഒക്കെ പങ്കുവെക്കും. അങ്ങനെ എല്ലാം പങ്കുവെക്കുന്ന ഒരു കൂട്ടമായിരിക്കണം. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്, നമ്മൾ സഹോദരങ്ങളാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ ആ ജീവിതം പങ്കുവെക്കണം. അടുത്ത 3-ാമതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം നുറുക്കുകയും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്തൃമേശയിൽ പങ്കെടുത്തു എന്നുള്ള അർത്ഥത്തിന് അപ്പുറത്തായിട്ട് എന്താ അവിടെ അർത്ഥം? അവർ ദൈവത്തെ ആരാധിച്ചു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമ്മൾ വായിക്കുന്നത് ഞായറാഴ്ചകളിൽ മാത്രമല്ല അവർ ആരാധിച്ചത്, അവർ എല്ലാ ദിവസവും ആരാധിക്കുമായിരുന്നു. പിന്നെന്തിനാ ഞായറാഴ്ച ഒരു ആരാധന? ഞായറാഴ്ചകളിൽ ആരാധിക്കുന്നതിൻ്റെ കാരണം അപ്പം മുറിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഞായറാഴ്ചകളിൽ കൂടിക്കൊണ്ടിരുന്നത്. എല്ലാ ഞായറാഴ്ചകളിലെയും കൂടിവരവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു? അപ്പം മുറിക്കാൻ. അപ്പൊ അപ്പം മുറിക്കാന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ഒന്നിച്ചുകൂടി വന്ന് ആരാധിക്കുന്നവരായിരിക്കണം സ്നാനപ്പെട്ടവര്, അല്ലെ? പിന്നെ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥന കഴിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരെല്ലാവരും. ഈ 4 കാര്യങ്ങളും വീട്ടിൽ ഇരുന്ന് ചെയ്തെന്നല്ല പറയുന്നത്, ഒറ്റയ്ക്ക് ചെയ്തെന്നല്ല, അവരെല്ലാവരും കൂടെ ചേർന്ന് സഭയായിട്ട് ചെയ്തു. അതാണ് സ്നാനപ്പെട്ട ഒരാൾക്ക് എന്ത് കിട്ടുന്നു? പുതുജീവിതത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു സമൂഹം. അല്ലാതെ ലോകത്തിൽ കിടക്കുകയല്ല. ഞായറാഴ്ചകളിൽ ഏതോ ഒരു കൂട്ടത്തേക്ക് ഞാൻ കാണുന്നുണ്ട്, ചർച്ച എന്ന് പറയും, അങ്ങനല്ല. ഈ സഹോദരന്മാരുടെ സംഘത്തിലാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം, അല്ലേ? ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. സഭയുമായിട്ട് ചേർന്ന് ഉപദേശം പഠിക്കുക, അല്ലെ? കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ സഭയാണെല്ലാം, അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ കൂടി വരും. നമുക്ക് ഈ സഹോദര സംഘത്തിന്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ സന്തോഷം. അതായിരിക്കണം സ്നാനപ്പെട്ട വ്യക്തി. നമ്മുടെയൊക്കെ ചില യൗവനക്കാരുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉന്തിത്തള്ളി സ്നാനപ്പെടും. സ്നാനപ്പെട്ട് കഴിഞ്ഞ് സഭയെന്ന് പറഞ്ഞാൽ ഉറക്കം വരും അവർക്ക്. അവരൊന്നും ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, സ്നാനപ്പെട്ടിട്ടുമില്ല, നേരെ, അല്ലേ? അതല്ല, സ്നാനപ്പെട്ടൊരു വ്യക്തി എപ്പോൾ സഭയിൽ പോകാം, അടുത്ത മീറ്റിംഗ് എപ്പോഴാണ്, നമ്മൾ എപ്പോഴാണ് കൂട്ടായ്മ ആചരിക്കുന്നത്, ഇങ്ങനെ
രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലേ? അതാണ് പുതുജീവന്റെ അവസാനത്തെ വിഷയം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? സ്നാനപ്പെട്ട വ്യക്തി പഴയ മനുഷ്യനെ കർത്താവിനോട് കൂടെ അടക്കപ്പെട്ട് അത് എന്ത് ചെയ്തു? അതിനെ കുഴിച്ചിട്ടു. ഇനി പുതുജീവൻ പ്രാപിച്ചിനി ജീവിക്കുകയാണ്. ആ പുതുജീവന്റെ 5 പുതുമകളാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഒന്നാമതായിട്ട് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അവൻ്റേതായി മാറി. അതാണ് ഇനി എൻ്റെ അഡ്രസ്സ്, അതാണ് ഇനി എൻ്റെ പേര്, എൻ്റെ പദവി, എൻ്റെ വ്യക്തിത്വം. അതെന്തിൽ കലാശിക്കണം? പുതിയൊരു നടപ്പിൽ കലാശിക്കണം, അല്ലേ? ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട വ്യക്തിയാണ്. വിശുദ്ധിയുടെ നടപ്പത് ജനിപ്പിക്കണം. അങ്ങനെ വിശുദ്ധമായി ജീവിക്കണം. എന്ത് വേണം എൻ്റെ ജീവിതത്തിൽ? ഒരു ചിട്ട വേണം. ഞാൻ ജഡത്തിനിടം കൊടുക്കത്തില്ല, കർത്താവിനെ ധരിച്ച് അവനോട് ചേർന്ന് നിൽക്കും, അല്ലേ? അതിനെന്ത് വേണം? നല്ല ചിട്ടയുള്ളൊരു ജീവിതം വേണം, അല്ലേ? അച്ചടക്കത്തോടെ എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യണം? ദണ്ഡിപ്പിക്കണം. 4-മതായിട്ട് നമ്മൾ കണ്ടു, കർത്താവിൽ എപ്പോഴും വസിക്കണം, അല്ലേ? അവനിൽ വസിച്ചുകൊണ്ട് വേണം ഈ യുദ്ധം ചെയ്യുവാൻ, ഈ പോരാട്ടം ചെയ്യുവാൻ, അല്ലേ? അവൻ്റെ മരണം എപ്പോഴും എൻ്റെ ശരീരത്തെ ഞാൻ വഹിക്കണം, എന്നിട്ട് അവന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. 5-മതായിട്ട് കണ്ടു, കൂട്ടുവിശ്വാസികളുമായിട്ട് ചേർന്ന് നമ്മൾ ഈ 4 കാര്യങ്ങൾ ചെയ്യണം. വചനം പഠിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്നാനം. അല്ലാതെ ചുമ്മാ തുടക്കത്തിൽ സ്നാനപ്പെട്ടു, സാക്ഷീകരിച്ചു, ഇനി അത് മറക്കാം, അല്ലല്ല. സ്നാനം എല്ലാ ദിവസവും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്നാനപ്പെട്ടത് നിമിത്തം, അല്ലേ? ഇപ്പൊ കല്യാണം കഴിച്ചവർ കയ്യിൽ മോതിരമൊക്കെ ഇടും ചിലർ. എന്തിനാ ഈ മോതിരം ഇടുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുമ്പോൾ ഓർക്കണം, നീ പഴയ മനുഷ്യനല്ല, നീ കല്യാണം കഴിച്ച വ്യക്തിയാണ്. പഴയ പോലെ ഒന്നും നിനക്ക് തോന്നിയിടത്തൊന്നും നോക്കാൻ പറ്റത്തില്ല, തോന്നിയിടത്ത് പോകാനും പറ്റത്തില്ല, അല്ലേ? കയ്യിൽ ഒരു മോതിരിട്ട നമുക്കറിയാൾ വിവാഹം കഴിച്ച വ്യക്തി. നമ്മളാരും പോയിട്ട് ചേട്ടാ ഒരു കല്യാണം ആലോചിക്കട്ടെ എന്ന് പറയത്തില്ല, അല്ലേ? കയ്യിൽ മോതിരം കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്നാനപ്പെട്ടവരാണ് എന്നുള്ള ഓർമ്മ വേണം എപ്പോഴും. സ്നാനം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പുതിയ യാഥാർത്ഥ്യങ്ങൾ ഓർക്കണം. അപ്പോൾ സ്നാനം ഒരു ദിവസം നടന്നു കഴിഞ്ഞു മറന്നു, ഓക്കെ, അങ്ങനല്ല. സ്നാനം നിമിത്തം കടന്നു വന്നിരിക്കുന്ന പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഈ പറഞ്ഞതുപോലെ നമ്മൾ വിശുദ്ധ നടപ്പ് നടന്ന് കർത്താവിനോട് കൂറുള്ളവരായിരിക്കണം. ശരി, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നാനം ഒരു അടയാളമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആ അടയാളം സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. നിങ്ങൾ സ്നാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഓർക്കുക, ഈ ഒരു പ്രതിബദ്ധതയിലേക്കാണ് നമ്മൾ അന്ന് കടന്നു വന്നത്. നമ്മളന്ന് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞ സമർപ്പണം ഇതാണ്: കർത്താവേ, എൻ്റെ പഴയ ജീവിതം ഇന്ന് ഞാൻ കുഴിച്ചിട്ടിട്ട് നീ ഉയർത്തെഴുന്നേറ്റ അതേ ശക്തിയിൽ ആശ്രയിച്ച് ഞാനൊരു പുതുജീവിതം നയിക്കും കർത്താവേ എന്നാണ് നമ്മൾ അന്ന് ഏറ്റുപറഞ്ഞത്. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മൾ ആ ഏറ്റുപറച്ചിലും സമർപ്പണത്തിനും ഒത്തവണ്ണം ജീവിച്ചിട്ടുണ്ടോ? കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. ദൈവത്തോട് ക്ഷമ ചോദിക്കാം, മടങ്ങി വരാം. ഇന്ന് ദൈവം വീണ്ടും നമ്മളെ അത് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ആ ഒരു പുതു പദവിയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ക്രിസ്തുവിനെ ധരിച്ചവരായി നമ്മൾ മാറിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റേതായി മാറിയിരിക്കുന്നു. ഇനി നമ്മൾ നമ്മളുടേതല്ല. ഇനി നമ്മുടെ ഹിതം ചെയ്ത് നമ്മുടെ സുഖത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് അവൻ്റെ വിശ്വസ്ത കാന്തയായിട്ട് ജീവിപ്പാൻ അത്രേ നമ്മൾ സ്നാനപ്പെട്ടത്. ആ യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് ജീവിക്കാം. സ്നാനപ്പെടാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാതിരിക്കുകയാണെങ്കിൽ മരിച്ചിട്ട് കുഴിച്ചിടാത്തവരെ പോലെയാണ്. അതൊരു അപൂർണമായ അനുഭവമാണ്. രക്ഷയുടെ അനുഭവത്തിൻ്റെ പൂർണ്ണതയ്ക്കായിട്ട് സ്നാനപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവ്, ഇന്ന് വൈകുന്നേരം കർത്താവ് ഞങ്ങൾക്ക് ഒത്തുകൂടി സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം ധ്യാനിക്കുവാൻ നീ നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണല്ലോ. നിന്നോട് ഏകീഭവിച്ച് പാപത്തെ അതിജീവിച്ച് ഉയിർപ്പിൻ്റെ ശക്തിയാൽ ഈ പുതുജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്നാനപ്പെട്ട വ്യക്തികൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയൻ ഉൾപ്പെടെ കർത്താവെ, സ്നാനപ്പെട്ട സകല വ്യക്തികൾക്കും കർത്താവ് നീ അധികം കൃപ കൊടുക്കണമേ. ഞങ്ങൾ ഈ കേട്ടതുപോലെ പുതിയ നടപ്പും പുതിയ ചിട്ടയും ആ വിശ്രമവും കർത്താവെ സഹോദര ബന്ധത്തിൽ സഭയുടെ ശുശ്രൂഷകളുടെ ഭാഗമായും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ ദണ്ണിപ്പിച്ച് ജഡത്തിൻ്റെ വഴിയിൽ നടക്കാതെ
കർത്താവെ, നിന്നെ തന്നെ എപ്പോഴും ധരിച്ച് നിന്നിൽ തന്നെ നിലനിൽക്കുവാനും നിന്നിൽ തന്നെ വസിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്നാനത്തിലൂടെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പുതിയ കർത്താവെ വ്യക്തിത്വത്തിന് നീതി പുലർത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ദൈവമായ കർത്താവെ, രക്ഷയുടെ പരിപൂർണ അനുഭവത്തിനായിട്ട് അവർ സ്നാനം എടുക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഈ ബൈബിൾ സ്റ്റഡിയെ നീ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള ആഴ്ചകളും ഞങ്ങൾക്ക് വന്ന് കർത്താവെ ഇനിയും ഉപദേശം പഠിക്കുവാനുള്ള എല്ലാ കൃപയും നീ പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സകല ജനത്തെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട നല്ല സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം കർത്താവെ. മാതാപിതാക്കളുടെ കണ്ണീരിന് ഉത്തരം നൽകുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ആത്മാക്കളെ രക്ഷിക്കുവാൻ കർത്താവെ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതങ്ങളിൽ രൂപാന്തരം കൊണ്ടുവരുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് ശക്തമായിട്ട് കർത്താവ് ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാൽ ഇതുപോലുള്ള മറ്റു സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രദേശത്ത് കർത്താവെ മദ്യപാനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. ഒരു സമാധാനവുമില്ലാതെ ഇതുപോലെ ഈ സാക്ഷ്യം പോലെ തന്നെ കർത്താവെ വളരെ ദാരുണമായ ജീവിതശൈലിയിൽ നയിക്കുന്ന അനേക യൗവനക്കാരുണ്ട് കർത്താവെ. കർത്താവെ, അവരെ നീ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തലമുറയെ നീ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തൊരു വിടുതൽ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ സമാധാനം നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവ്, രക്ഷ ഈ ദേശത്തിന് സമ്മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.